പൂക്കളുടെ പറുദീസയിലേക്ക് ചേച്ചിയുടെ കൂടെ വരാനായിട്ട് നിങ്ങൾ വരുന്നുണ്ടോ? ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. എൻ്റെ പേരാണ് സൗത്ത് സീ റോസ് ഗാർഡൻ. ഇതിനകത്ത് നിറയെ റോസസ് ആണ്. കഴിഞ്ഞ വർഷം വന്നൊരു വീഡിയോ എടുത്തിരുന്നു, അപ്പം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അത് ഈ വർഷം നോക്കാം. നമുക്ക് ചൂടായതുകൊണ്ട് ചിലപ്പം പൂക്കൾ കുറവായിരിക്കും, എന്നാലും ഉള്ള പൂക്കൾ മനോഹരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതാണ് ചേച്ചി ചെയ്യാൻ പോണത്. ഇതാണ് ബോർഡ്, റോസ് ഗാർഡൻ, പോർട്സ്മൗത്ത് സിറ്റി കൗൺസിൽ. അപ്പോൾ നമുക്ക് പോയാലോ? വരും. അപ്പോൾ പൂക്കളുടെ പറുദീസയിലേക്ക് നമ്മൾ വന്നിരിക്കുവാണേ. ഇവിടെ വിവിധ തരത്തിലുള്ള റോസാണ് ഏറ്റവും പ്രാധാന്യം. കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ റാണിമോളുടെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെയാണ് വന്നിരുന്നത്. അന്ന് ഇത്രയും ചൂടില്ലായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഈ ഒരു സൈസ് ഒരു ടീ ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഓറഞ്ചാണ്. എത്രയോ ചെടികളാണെന്ന് നോക്കിയേ. ഈ ഒരു വാരം നിറയെ ഈ ഓറഞ്ച് നിറത്തിലുള്ള റോസപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരി കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് റോസസ് നിന്ന് പരിചയപ്പെടാം. നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ കുറേ കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. UK യിലായതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നു, ഇത് UK യിലുള്ള പോർട്സ്മൗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള റോസസ് ഗാർഡനാണിത്. നിറയെ റോസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു 2-3 മന്ത്സ് ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ ഈ ഒരു മാസം ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും തീരും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എല്ലാ വർഷവും വരുന്നതാണ്. ഇവിടെ എല്ലാ വർണ്ണത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ പടർന്നു കിടക്കുന്ന ക്ലൈംബിംഗ് റോസും ട്രീ റോസും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഇത് നോക്കിയേ, നമ്മുടെ സാധാരണ റോസ് നിറത്തിലുള്ള റോസപ്പൂക്കളാണ്. ഇതിൻ്റെ ചെടിയുടെ അത് കണ്ടോ, അധികം പൊക്കമില്ല ചെടിക്ക്. പൊക്കം കുറഞ്ഞിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇത്രയും പൂക്കളുണ്ടായിരിക്കുന്നത്. ഇതൊക്കെ അകത്തേക്കൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ഇവർ ഈ ഒരു പൂക്കളുടെ സമയം കഴിയുമ്പോൾ ഇവരത് വെട്ടി നല്ല ഭംഗിയായിട്ട് നിർത്തും. അതിന് നടുക്ക് കണ്ടോ ഒരു ട്രീ റോസ് പോലെ ഇത് കണ്ടോ, അതിങ്ങനെ അങ്ങ് ശരിക്കും മരം പോലെ പോയിട്ട് അങ്ങേ അറ്റത്താണ് അതിൻ്റെ പൂക്കളുണ്ടാവുന്നത്. ഇനി നമുക്ക് ഏത് ഇതിനകത്തേക്ക് പോകണം? കട്ട ചുമപ്പിലേക്ക് പോയാലോ? നോക്കി, കട്ട ചുമപ്പ്. പക്ഷെ ഇതിനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു കേട്ടോ. കാരണം നോക്കി വാടി നിൽക്കുക. ഇവിടെ ഇത്രയും ചൂട് ഇത്രയും വരാറില്ല. ഇത്രയും ചൂട് കാരണമാണ് ഈ പൂക്കളൊക്കെ കുറച്ച് വാടി നിൽക്കുന്നത്. നിറയെ നല്ല കട്ട ചുമപ്പുള്ള റോസ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് നോക്കിയേ, ശരിക്കും മഞ്ഞ. എപ്പോഴും പറയും നമ്മൾ ഈ സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമാണെന്ന് പറയേ ഈ മഞ്ഞ. അത് ഈ മഞ്ഞ നോക്കിയേ, ഈ ഇട തലയിലൊക്കെ ചൂടാനായിട്ട് പറ്റുന്നൊരു മഞ്ഞ കേട്ടോ. പക്ഷേ ഇപ്പുറത്തെ മഞ്ഞ കണ്ടോ, ഈ ഇതളുകളെല്ലാം വെള്ളയും, ഇത് നടുക്കുള്ളത് മൊത്തം മഞ്ഞയായിട്ട്. അതും ഈ ചെടികൾക്ക് അധികം പൊക്കമൊന്നുമില്ല കേട്ടോ. പൊക്കമില്ലാത്ത ചെടികളാണ് അവർ നട്ടിരിക്കുന്നത്. പിന്നെയും അവിടെ ചുമപ്പ് കാണുന്നുണ്ട്. അടുത്ത വാരവും ചുമപ്പ് തന്നെയാണ്. ചുമപ്പാണെന്ന് തോന്നുന്നു കൂടുതൽ അവർ നട്ടിരിക്കുന്നത്. ചില ചുമന്ന പൂക്കൾ കാണാൻ ഇത്തിരി ഭംഗിയാണെന്ന് അതിലൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയും അതിൻ്റെ കളറും ആ ഇതളുകളുടെ ശോഭയും ഒക്കെ നല്ല ഭംഗി കാണാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പം ഇതൊരു റയർ കളർ പോലെ അല്ല, ഇതൊരു മഞ്ഞയല്ല പിങ്കും അല്ല, അല്ലാത്തൊരു പ്രത്യേക കളറ്. ആ വാരത്തിൽ തന്നെ അതേ പലതരത്തിലുള്ള കളറുകളുണ്ട്. വേറൊരു റോസ്, ഇളം റോസ്, അങ്ങനെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി ഈ ചൂട് കാരണേ. അല്ലെങ്കിൽ ഈ ചെടികളിലെല്ലാം നിറഞ്ഞ് പൂത്ത് കവിഞ്ഞ് നിൽക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഒരു ഷെയ്ഡുള്ള പൂവ്. ഓക്കെ, നല്ല ഷെയ്ഡല്ലേ, മൾട്ടി കളറ്. ഇതും മൾട്ടി കളറ്. ഇതിൻ്റെ മുട്ട് നോക്കിയേ, വിടരാൻ നിൽക്കുന്ന മുട്ട്. നമുക്ക് ഇഷ്ടാവുന്നുണ്ടോ അതൊക്കെ? ഇതാണ് റോസ്, ട്രീ റോസ് എന്ന് പറഞ്ഞില്ലേ, ഉണ്ടോ? ഇതിങ്ങനെ ഇവിടം വരെ ഇങ്ങനെ മരം പോലെ വന്നിട്ട് ഇവിടെയാണ് പൂക്കളുണ്ടാവുന്നത്. ഓക്കെ, പൂക്കളുണ്ടായി നിൽക്കുന്നു ഇവിടെ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇതിങ്ങനെ ക്ലൈംബിംഗ് റോസാണ്. നമ്മുടെ ടീനയുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ വർഷം കണ്ടില്ലായിരുന്നോ? ഞാൻ ക്ലൈംബ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ബ്രാഞ്ചസായി നിറയെ പൂവുണ്ടാവും. ഇതും എനിക്ക് തോന്നുന്നു മൊത്തം പൂവുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പം പോയി ഓൾറെഡി. ഇതിൻ്റെ ഈ ചൂട് കാരണേ തീർന്നു പോയി. നമുക്ക് വേറെ കളർ, ഒരു വെറൈറ്റി കളർ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത് ഇതളുകൾ കുറവാണ്. നമ്മുടെ തീപ്പെട്ടി കളർ പോലത്തെ ഒരു റോസ്. ഓക്കെ,
ശരിക്കും തീപ്പെട്ടി കളർ, പക്ഷേ ചെറിയ റോസാണത്. അവിടെ ഒരു കുടല കുത്തിയൊരു 3 ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇനി അവിടെ ഒരു സ്ഥലത്തൊരു റോസ് കാണുന്നുണ്ട്. ഇത് നോക്കട്ടെ, കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരുപാട് പേരിങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിരിക്കുക, റിലാക്സ് ചെയ്യാനായിട്ട്. കുറച്ച് തണലുള്ള സ്ഥലമുണ്ട്, അപ്പം തണലൊക്കെ കൊണ്ട് സമാധാനമായിട്ടിരിക്കാമല്ലോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാധാരണ റോസാണെങ്കിലും ഇതിനതേ കുഞ്ഞു റോസ്, ഇത് ചെറിയ റോസ്, പനിനീർ പൂ എന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു റോസ്. അത് ഒരു കൊലയിൽ തന്നെ വെള്ളയുണ്ട്, ചെറിയ റോസ് കളറുണ്ട്, ഇഷ്ടം പോലെ. നോക്കിയേ, അയ്യോ, ഈ കുടലിലുണ്ടായിക്കണോക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, മുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ക്ലൈംബിംഗ് റോസ് തന്നെയാണത്. അതാണ് ഇത്രയും ബ്രാഞ്ചസും ഇത്രയും പൂക്കളും ഉണ്ടായിരിക്കുന്നത്. പിന്നെയും നമ്മുടെ ഒരു പ്രാവിനെ കിട്ടുമോ? ഹലോ ഹലോ, വർത്താനം ചോദിക്കാൻ വന്നതാണോ? സുഖമാണോ? തനിച്ചുള്ള ഇല എവിടെ? ഇല എവിടെ പോയി? ഇതും അതുപോലത്തെ തന്നെ ചുമപ്പാണ്. ഇതെല്ലാം കുറേ പോയി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അതൊരു വെറൈറ്റി കളർ നമ്മൾ കാണുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ ഒരു മഞ്ഞ കണ്ടില്ലേ? ഇത് മഞ്ഞയല്ല, ചുമപ്പല്ല, അതിനിടയ്ക്കുള്ള ഒരു സൈസ് ഓറഞ്ച് കളർ. അതിൻ്റെ ആ ഒരു ഇതളുകൾ നോക്കിയാൽ പാവാടയുടെ ഞൊറി പോലത്തെ ഇതളുകൾ, അടിപൊളി, സൂപ്പർ. അതിലൊരു ട്രീ റോസ് നിൽക്കുന്നുണ്ടോ, ഒരു റോസ് കളറിൽ അവർ ഇട കലർത്തി നട്ടിരിക്കുവാണ്. നമ്മൾ ഇതെടുത്തിട്ടില്ലല്ലോ, ഈ തീമഞ്ഞ. അയ്യോ, ഈ തീമഞ്ഞ നോക്കിയാൽ ഇതൊരു ഭംഗി. നോക്കിയ തീമഞ്ഞയുടെ നോക്കിയേ, ഇത് ഇഷ്ടികയുടെ കളറോ അല്ലെങ്കിൽ ഈ തീ കത്തുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ലേ, അതുപോലത്തെ കളർ, കട്ട ആ കളർ. ഇതെല്ലാത്തിനും വേറെ വേറെ ഡിസൈൻ പോലെ. ഇതിങ്ങനെ ഒരു ഭംഗിയാണ് കാണാൻ. മണം ഉണ്ടോ നമുക്ക്? ചെറുതായിട്ടുള്ള മണം. നമ്മുടെ നാട്ടിലെ റോസിൻ്റെ അത്ര മണമില്ല അതിന് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ അതിനേക്കാൾ കൂടുതലും റോസപ്പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ. അടുത്തൊരു കളറ് ഒരു വയലറ്റ് കളറ്. ഇത് ഏതിനോട് ഗമിക്കാം? നമ്മുടെ ഈ ഹൈഡ്രാഞ്ചിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കളറ് നമ്മുടെ സാധാരണ കളറില്ലേ, അതിൻ്റെ ഒരു കളർ പോലത്തെ. ഈയോടാ ഒരു ലൈറ്റ് കളറാണത്. കാണുമ്പം എല്ലാം കൂടി ഉണ്ടായി കിടക്കണം, കാണുമ്പം നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കുടല കുത്തി ഉണ്ടായിക്കണമൊക്കെ ഉണ്ടോ? അതിൻ്റെ തൊട്ടിപ്പുറത്ത് അവർ നട്ടിരിക്കുന്നത് ഏത് കളറാണെന്ന് നോക്കിയേ. ഇത് കടും മഞ്ഞ. നമ്മൾ നേരത്തെ കണ്ടത് ഇത്രയും മഞ്ഞല്ലായിരുന്നേ, ഇത് കടും മഞ്ഞത്. ഒരു കുടലിൽ തന്നെ ഉണ്ടായിരിക്കുന്ന മുട്ട് നോക്കിയേ. ഇത് ശരിക്കും പറഞ്ഞാൽ പകുതി പൊഴിഞ്ഞു പോയി ചൂട് കാരണം, പകുതിയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കി എന്താന്ന്. അടുത്തൊരു കളറ്, ഇത് ഏത് കളറാണ്? ഇത് വയലറ്റ് കളർ പോലെ തോന്നണം, നമ്മുടെ മജന്തയൊക്കെ ഇല്ലേ, ആ ഒരു കളർ പോലെ. ചെറിയ പൂവാണ്, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രസമായിട്ട്. ആ ട്രീ റോസ് അവർ പിന്നെ ഇവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതൊരു മഞ്ഞയാണെന്ന് തോന്നുന്നത്. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. വെള്ളമൊഴിക്കണം, വളമിടണം, ഇത് വെട്ടി നിർത്തണം, അങ്ങനെ പല കാര്യങ്ങൾ. നോക്കട്ടെ ഇനി വേറെ കളർ ഉണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ആ ക്ലൈംബിംഗ് റോസാണത്. ഇത് കണ്ടത്, ഇതിൻ്റെ റൂട്ട് നോക്കിയേ. റൂട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഒരു വലിയ തണ്ടുകളാന്ന് നോക്കിയേ, അങ്ങേറ്റം വരെ ഉണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതുമൊക്കെ നിറയെ പൂക്കളായിരുന്നു. ഇപ്പുറത്തെ ഒരു വൈറ്റ് റോസ് ഉണ്ട്, വൈറ്റ് കളറായിട്ട്. ഇതൊരു പ്യുവർ വൈറ്റ് ആണത്, പ്യുവർ വൈറ്റ്. പക്ഷേ ഈ ഇതിനകത്ത് കുറവാണ്. അതൊരു ഇളം റോസ് പോലത്തെ. ഇതിനകത്ത് കുറഞ്ഞു തുടങ്ങി പൂക്കൾ. ഇത് കാണുമ്പോൾ സങ്കടം വരുന്നത് നോക്കിയേ. ഇത് നിറയെ പൂത്ത് നിന്ന റോസാണത്. അത് ചെറിയ റോസാണത്, മണമൊന്നും ഇല്ലാതെ കരിഞ്ഞു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നോക്കിയാൽ മുകളിലേക്കൊക്കെ നോക്കിയാൽ. അപ്പോൾ ഇതൊരു കഴിഞ്ഞ ആഴ്ച ആയിരുന്നെങ്കിൽ ഇതിനൊരു സൂപ്പറായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം റാണിയുടെ ബർത്ത്ഡേക്ക് ഞാനും റാണിയും കൂടി വന്നു കഴിഞ്ഞപ്പം, റാണിയും ടീനാനും വന്നപ്പോൾ ഇത് മൊത്തം നമുക്ക് കിട്ടിയിരുന്നു നല്ല ഭംഗിയായിട്ട്. പീച്ച് കളറ് റോസത്തോട്ടത്തിൻ്റെ നടുക്കാണ് മെസ്സേജ് നിൽക്കുന്നത് കേട്ടോ. ഇവരിങ്ങോട്ട് മാടി വിളിക്കുമായിരുന്നു ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്, കൂട്ടുകാരെയൊക്കെ എന്നെയും കൂടി കാണിച്ചു കൊടുക്കാനായി. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടേക്ക് നല്ല ഭംഗിയായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. പീച്ച് കളറും ഉണ്ട്, ഒരു റോസും മിക്സ്ഡാണ്. നല്ല ഭംഗിയുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് പ്രാവുകൾ നമ്മളോട് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. 3 പ്രാവ്
ഹലോ, ഹൗ ആർ യു? എന്താ വിശേഷങ്ങൾ? സുഖമാണോ? എന്തൊക്കെ കൊത്തിപ്പറിക്കാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? എന്താ റോസ് അല്ലെങ്കിലും അതിൻ്റെ മതിലിനോട് ചേർന്നിട്ട് ഈ ഒരു പൂ ഉണ്ടായി കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതായിരുന്നോന്നറിയില്ല, 2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ എടുത്തിരുന്നേ. ഇത് തന്നെയായിരുന്നു എന്നൊരു ഡൗട്ടുണ്ട്. നമ്മുടെ കോളാമ്പിപ്പൂ ഒക്കെ പോലെ അല്ലേ? ഇതൊരു ഓറഞ്ച് നിറത്തിൽ നിറയെ ഉണ്ടായി കിടക്കുന്നു. മുകളിലേക്കുണ്ട്. ഒരു മതിലാണത്. മതിലിൽ നിറയെ ഉണ്ടായി കിടക്കണം. നല്ല ഭംഗി കാണാനായിട്ട്. ഒന്ന് വീശിയെടുത്തതാണ് കേട്ടോ. ഇത് ഈ ഒരു വാരത്തിൽ തന്നെ അവർ യെല്ലോയും പിന്നെ ഒരു പിങ്കും അവർ മിക്സ്ഡ് ആക്കി നട്ടിരിക്കുവാണ്. അത് പിങ്ക്, നല്ല കട്ട പൂവിൻ്റെ പിങ്കും അതോടൊപ്പം തന്നെ നല്ല മഞ്ഞ ഇപ്പുറത്തും. അത് ഒരു ചെടിയിൽ തന്നെ രണ്ടും ഉണ്ട്. മൾട്ടി കളർ ഉണ്ടായിരിക്കുവാണ്. അതോടൊപ്പം ട്രീ റോസും മഞ്ഞ നിറത്തിൽ നട്ടിരിക്കുന്നു. അവരെല്ലാം മിക്സ്ഡ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ ഇതൊരു സൈസ് പിങ്കിഷ് റോസ് എല്ലാം വാടി തുടങ്ങി. ട്രീ റോസ് ഒരു ഓറഞ്ച്. ഒരു കഴിഞ്ഞ മാസം വരുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രഷായിട്ട് കിട്ടിയാൽ. ഒരു കുറച്ച് വാടി തുടങ്ങി, ചൂടും എല്ലാം കൂടിയായിപ്പോൾ. പിന്നെ ചുമപ്പിലേക്ക് തന്നെ പോവാണ്. ചുവപ്പിന് എത്ര കണ്ടാലും ചുവപ്പ് നമുക്ക് മതിയാവില്ല അല്ലേ? അതിൻ്റെ മുട്ടും അതിൻ്റെ റോസും ഇത് നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുന്നു ഇതിൻ്റെ ഈ ഇതളുകൾ. ഇവിടെയും അതുപോലെ തന്നെ അവർ മഞ്ഞയും പിങ്കും മിക്സ്ഡാക്കി നട്ടിരിക്കുക ഒരു വാരത്തിൽ തന്നെ. പിന്നെ ഒരു റോസ്, ഇളം റോസ് കളറിലുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് കണ്ട പോലെ തോന്നണില്ലേ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങളും നമ്മുടെ പോർട്സ്മൗത്തിലുള്ള റോസ് ഗാർഡനിലേക്ക് വന്നു. നമ്മളിങ്ങനെ എല്ലായിടത്തും പോയി കണ്ടുകൊണ്ടിരിക്കുക. അതൊരു സൈസ് പീച്ചല്ല, മഞ്ഞയല്ല, ആ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ ഇപ്പുറത്ത് മഞ്ഞ. ഇത് മഞ്ഞ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ചെറിയ മഞ്ഞാണേ. അതിനകത്ത് വെള്ളം ഒഴിക്കണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കുമല്ല. ഈ മൊത്തം ഈ ഒരു ഇത് നോക്കിയേ, മൊത്തം ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇത്ര കഷ്ടപ്പാടല്ല. ശരിക്കും കഷ്ടപ്പാട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലത് കാണാൻ പറ്റുന്നത്. പ്രാവുകൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുക. ചിലപ്പോൾ എന്തെങ്കിലും കൊത്തി തിന്നാൻ കിട്ടുന്നുണ്ടേ അല്ലേ? എന്തോ അതിൻ്റെ ഉള്ളത്. ചിലപ്പോൾ ഇതിനകത്ത് ഇട്ട വല്ല വളമായിരിക്കും. ചിലപ്പോൾ മഞ്ഞ നിറത്തിലുള്ള റോസ് ഭംഗിയായിട്ട്. ട്രീ റോസിൻ്റെ കളർ നോക്കിയാൽ മൾട്ടി കളറ്, ഒരു ചുമപ്പും യെല്ലോയും എല്ലാം കൂടി മിക്സായൊരു കളറ്. ഇത് ഈ റോസ് കുഞ്ഞു റോസ്. അത് ചുമപ്പാണെങ്കിലും ചെറിയ റോസ് കണ്ടോ, കുഞ്ഞു റോസ്. ഇവിടുത്തെ ഈ റോസിനൊന്നും അധികം പൊക്കം വെക്കുന്നില്ല കേട്ടോ. ഈ പൊക്കമില്ലാത്ത റോസാണ്. ഇതെന്താ അടുത്തൊരു മൾട്ടി കളർ ഗാർഡനാണിത്. മൾട്ടി കളർ വാരമാണത്. വെള്ളയും ചുമപ്പും. അതിൻ്റെ തന്നെ ഒരു വലിയൊരു ചെടി ഇതൊക്കെ ഇതിൻ്റെ ഇതളുകൾ, പുറത്തുള്ള ഇതളുകൾ ഒരു ഓറഞ്ച് ചുമപ്പും അകത്ത് വെള്ളയും. ഒരെണ്ണത്തിൽ തന്നെ എത്ര എണ്ണം നോക്കിയാൽ 1 2 3 4 5 6 7 8 9 എണ്ണം മുട്ടുണ്ട് ഇവിടെ. ഭയങ്കര രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടിരിക്കണം. അതിലും വലുതാണ് ഇപ്പത്തെ. അതിൻ്റെ സെയിം മൾട്ടി കളറ് ഒക്കെ എങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ മഞ്ഞ തന്നെ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. വേറൊരു അവരെന്തോ വളം ഇട്ടിരിക്കുന്നത് അവിടെ. അതിൻ്റെ ചുവട്ടിൽ വളം ഇട്ടിരിക്കുന്നു. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും ഈ പ്രാവുകൾക്ക് കുത്തി തിന്നാനായിട്ടേ. എല്ലാം തൂണോട് ചേർന്ന് നിന്നിട്ടുള്ള റോസാണത്. ക്ലൈംബിംഗ് റോസ് തന്നെയാണ്. വാടി തുടങ്ങി, എന്നാലും ചെറിയ റോസപ്പൂക്കളാണത്, ചെറിയ ഇലകളൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ ഒരു നല്ല ഇഷ്ടമുള്ള റോസപ്പൂക്കൾ വന്നേക്കണം. ഇതിന് പ്രത്യേക വളമൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഇലയ്ക്കൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. ഇത് ഇങ്ങനത്തെ ഇതാണ് വരുന്നത്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നല്ല ഈ പാവാടയുടെ ഞൊറി പോലെയായിരിക്കുമേ. മണമൊന്നുമില്ല. ഇവിടുത്തെ റോസിന് മണം കുറവാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി. കുറേയൊക്കെ പൂക്കളുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ഒരു വലിയൊരു ബീച്ചാണ്. പോർട്സ്മൗത്തിലുള്ള ബിഗ് ബീച്ച്. ഇഷ്ടംപോലെ ആൾക്കാർ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ആൾക്കാർ കുളിക്കാനും സ്വിം ചെയ്യാനും ആസ്വദിക്കാനും വെയിൽ കൊള്ളാനും ഒക്കെ ആയിട്ട് നിരവധി ആൾക്കാർ ഇംഗ്ലീഷുകാരായിരിക്കും കേട്ടോ വന്നിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഓരോ തിരകളും വരുമ്പോൾ ഓരോ പ്രതീക്ഷകളാണല്ലോ. ആ തിരകളങ്ങ് പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമെങ്കിലും പുതിയ തിരകൾ
ഇവിടെ കടിച്ചു കയറുമ്പം നമുക്ക് പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരാണ് വന്നത്. അപ്പം പുതിയ പ്രതീക്ഷകളും പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.